നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് ഒരാൾ നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചു, റബ്ബറിന് ഇടയിൽ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും നിരപ്പുള്ള സ്ഥലത്ത്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യവും നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യവും കൂടെ ഒത്തുനോക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്കറിവുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. റബ്ബറും തൈ നട്ട് 3 വർഷക്കാലം നമുക്ക് ഏത് കൃഷി വേണമെങ്കിലും ചെയ്യാം. എല്ലാ കൃഷിയും അതിനകത്ത് ചെയ്യാൻ പറ്റും. വാഴയായാലും ചേമ്പായാലും ചേനയായാലും ഏത് കൃഷി വേണമെങ്കിലും അതിനകത്ത് 3 വർഷം വരെ ചെയ്യാൻ പറ്റും. 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഇല മൂടിക്കഴിയുമ്പോഴത്തേക്ക് ചൂടലാകും. പിന്നെ അത് തന്നെയല്ല, ഇതിൻ്റെ വേര് പടലം വല പോലെ വന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ നടുന്നത് ഒന്നും പിടിക്കത്തില്ല. എന്നിരുന്നാലും റബ്ബറിനിടയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് കൈത നടാം. അത് നമുക്ക് ടാപ്പിംഗ് ചെയ്യുന്ന മരമായാലും എത്ര വലിയ മരമായാലും അതിനകത്ത് എപ്പോഴും നമുക്ക് കൈത നടാനായിട്ട് പറ്റും. അതിനൊരു പ്രശ്നമില്ല, നല്ല വിളവും കിട്ടും. പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചേമ്പ് നടാം. അത് നടുന്നതിന് നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്ന തോട്ടപ്പയർ നടാം. ഒരു കിലോയ്ക്ക് ഈ വർഷം 1500 രൂപ വരെ വില വന്നതാണ്. തോട്ടപ്പയർ നടന്നതിനും കുഴപ്പമില്ല. പിന്നെ അടുത്ത് നമുക്ക് കച്ചോലം നടാം. ഇപ്പോൾ വിപണി വില 1 കിലോ ഉണങ്ങിയ കച്ചോലത്തിന് 500 രൂപ വരെയും വിലയുണ്ട്. അപ്പോൾ എൻ്റെ റബ്ബർ തോട്ടത്തിലൊക്കെ ഞാൻ കച്ചോലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പന്നിയുടെ ശല്യമായപ്പോഴത്തേക്ക് ഈ പന്നി വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ കച്ചോലം മാന്തി അങ്ങ് തിന്നും. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പം ആ കച്ചോലം കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പം 1-2 വർഷം കൊണ്ട് ആയിട്ടുണ്ട്. പിന്നെ സർവ്വസാധാരണമായിട്ട് കാപ്പി റബ്ബറിൻ്റെ ഇടയ്ക്ക് നടുന്നുണ്ട്. അപ്പോൾ കാപ്പി നടുമ്പോൾ നല്ല വിളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇരട്ടി ആദായമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമുക്ക് കൊക്കോ നടാം. പിന്നെ റബ്ബറിൻ്റെ അരികിനും മൂലയ്ക്കുമൊക്കെ തെളിച്ചുള്ള സ്ഥലം നോക്കി നമുക്ക് കുരുമുളക് ചെടി നടാനായിട്ട് പറ്റും. അപ്പോൾ കരിമുണ്ടയൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ കായ്ക്കും. പക്ഷേ കരിയിലാഞ്ചി ആണെങ്കിൽ കായ്ക്കത്തില്ല. പിന്നെ നമുക്ക് നടാൻ പറ്റുന്ന ഒന്നാണ് മഞ്ഞൾ. നമ്മുടെ റബ്ബർ തോട്ടത്തിൽ നടുന്നതിന് ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല വിളവും കിട്ടും. പിന്നെ അടുത്ത ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് തേനീച്ച കൃഷി. അപ്പോൾ നമുക്ക് തേനീച്ച കൃഷിയിലൂടെ നമുക്ക് വൻ ലാഭമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 1 ലിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 300 രൂപ വരെ വരുമാനം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ തേനീച്ചയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ തേനീച്ച ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോയിട്ട് ആ തേനീച്ച തേനെടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരും. കാരണം ഈ തേനീച്ച വേറൊരു പുരയിടത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുരയിടത്ത് തേനീച്ചയോട് കയറരുതെന്ന് ആരും പറയത്തില്ല. അപ്പോൾ എല്ലാ പുരയിടങ്ങളിലും പോയി തേനെടുത്തുകൊണ്ട് വന്ന് നമുക്ക് ആദായം ഉണ്ടാക്കി തരും. അതാണ് ഈ തേനീച്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൃഷി എന്ന് പറയുന്നത് നമുക്ക് പശു വളർത്തൽ അല്ലെങ്കിൽ പോത്ത് വളർത്തൽ, കഴുത വളർത്തൽ. കഴുതപ്പാലിന് 1000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. വൻ ഡിമാൻഡാണെന്ന് പറയുന്നത് കഴുതപ്പാലിന്. അപ്പോൾ കഴുതയെ വളർത്താൻ വേണ്ടിയിട്ട് വൻ സബ്സിഡിയാണ് സർക്കാർ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പശുവിനെ വളർത്തി കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു വരുമാനമാണ്. 4 സൈഡ് മുള്ളുവേലി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അത് പശുവിനെ അഴിച്ചു വിട്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് 1 ലിറ്റർ പാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 50 രൂപയോളം വില കിട്ടും. അതുകൂടാതെ നമ്മുടെ ചാണകം കൊടുത്തു കഴിഞ്ഞാൽ ചാണകത്തിനിപ്പം വൻ ഡിമാൻഡാണ്. അപ്പോൾ റബ്ബർ കർഷകർ നോക്കിയിരിക്കുകയാണ് ചാണകം എവിടെ കിട്ടും അത്ര ഡിമാൻഡ് കൂടിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ റബ്ബർ മരത്തിന് ഈ ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പാലായിരിക്കും. നമ്മൾ രാസവളം ഇടുന്നതിനേക്കാളും പാല് ഈ ചാണകം ഇട്ടാൽ കിട്ടുന്നുണ്ട് ചില തോട്ടങ്ങളിൽ. പിന്നെ അതുകൂടാതെ നമ്മൾ 4 സൈഡ് മുള്ളുവേലി ഇട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് വേണമെങ്കിൽ കോഴിയെ വളർത്താം, അല്ലെങ്കിൽ ആടിനെ വളർത്താം, അല്ലെങ്കിൽ മുയലിനെ വളർത്താം. നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും ചെയ്യാൻ പറ്റും നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിൽ. കാരണം നമുക്ക് ഇത്ര സ്ഥലം കിടക്കില്ലേ. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ എന്ത് കൃഷി ചെയ്യാനായിട്ട് പറ്റും. നമുക്കതല്ലെങ്കിൽ റബ്ബറിനിടയ്ക്ക് തെങ്ങ് നടാനായിട്ട് പറ്റും, അടയ്ക്കാമരം നടാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ റബ്ബറിനിടയിൽ കൊണ്ടുവന്ന് ഈ തെങ്ങും അടയ്ക്കാമരം വെക്കരുത്. ആദ്യം നമ്മൾ തെങ്ങും അടയ്ക്കാമരവും വയ്ക്കുക. അതിനുശേഷം ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഈ തെങ്ങ് നല്ലപോലെ കായ്ക്കാനൊക്കെ തുടങ്ങി ഇച്ചിരി ഉയരമായതിനു ശേഷം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് റബ്ബർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബറിൽ നിന്ന് ആദായം കിട്ടും, ഈ തെങ്ങിൽ നിന്നും ആദായം കിട്ടും, അടയ്ക്കാമരത്തിൽ നിന്നും ആദായം കിട്ടും. പക്ഷേ അത് നമ്മൾ റബ്ബർ ഒരുപാട് കാലം നിർത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ തെങ്ങിൻ്റെ കായ്ഫലം നിന്ന് പോകും. അപ്പോൾ നമ്മളൊരു 10-12 വർഷമൊക്കെ ടാപ്പിംഗ് ചെയ്തിട്ട് മുറിക്കുന്ന ഒരു മരമാണെങ്കിൽ നമുക്ക് ഈ തെങ്ങിൽ നിന്നും ഈ റബ്ബറിൽ നിന്നും ഒരുപോലെ ആദായം കിട്ടും. പിന്നെ അതുകൂടാതെ ഒരുപാട് ഔഷധ ചെടികൾ നമ്മുടെ ഈ റബ്ബറിൻ്റെ ഇടയ്ക്ക് നട്ട് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ റബ്ബർ തോട്ടം കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ടൗൺ ഏരിയയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാർക്കിംഗ് സൗകര്യം ഈ തോട്ടത്തിനുള്ളിൽ കൊടുക്കും. ഒരു വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 10 രൂപ 20 രൂപയൊക്കെ ചാർജ് കിട്ടും. അപ്പോൾ ഒരുപാട് വണ്ടികളും പാർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു ദിവസം നല്ലൊരു വരുമാനം കിട്ടും. അങ്ങനെ ചില തോട്ടങ്ങളിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് റബ്ബർ തോട്ടത്തിനുള്ളിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, കട്ട കമ്പനിയൊക്കെ നടത്താൻ പറ്റും. അങ്ങനെ പലരും പല ബിസിനസ്സും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുമുണ്ട്. അടുത്തൊരു നല്ലൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ തോട്ടത്തിനുള്ളിൽ മീനിനെ വളർത്താം, നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. മീനൊക്കെ ഇപ്പോൾ എന്തൊരു വിലയാണ്. ഇപ്പോൾ നമ്മളൊരു മാർക്കറ്റിൽ പോയി മീൻ മേടിക്കണമെങ്കിൽ എന്തൊരു വില കൊടുക്കണം. 500 രൂപയൊന്നും ഇല്ലാതെ നമുക്കിപ്പോൾ മാർക്കറ്റിലോട്ട് ചെന്ന് കയറാൻ പോലും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നടക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് നമുക്ക് മീൻ കച്ചവടം ചെയ്യുകയും ചെയ്യാം. നല്ലൊരു വരുമാന മാർഗ്ഗം അതാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഈ റബ്ബർ തോട്ടം കൊണ്ട് ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ടാക്കി നമുക്ക് വാടക കൊടുക്കാനായിട്ട് വരും. അപ്പോൾ നമുക്ക് മാസം നല്ലൊരു വരുമാനം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് വന്യമൃഗ ശല്യമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ആൾക്കാർ കൂടുതലാകുമ്പോഴത്തേക്ക് വന്യമൃഗം അത്ര ഒന്നും കയറി വരത്തില്ല. അപ്പോൾ നമ്മുടെ ഈ റബ്ബർ തോട്ടം കൊണ്ട് നിരവധി പ്രയോജനങ്ങളാണുള്ളത്. ഇതേപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ നമുക്ക് ഈ റബ്ബർ തോട്ടം കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇനിയും പറയാനോ പറ്റും, പക്ഷേ വീഡിയോ ഒരുപാട് ഓവറായി പോകും. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.